എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. ഇടുങ്ങിയ വാതിലൂടെ അകത്ത് കടക്കുവാൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അനേകർ അതിലൂടെ കടക്കുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. സ്തോത്രം. തെരഞ്ഞെടുപ്പ് തെറ്റിയാൽ അത് നിത്യതയെ ബാധിക്കും. ഈ കാലഘട്ടത്തിൽ പലരുടെയും ജീവിതം അവർ തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ശേഷം അതിനെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവത്തെ കൂടാതെ സംവിധാനം ചെയ്യുന്ന ഒരു പ്ലാനും വിജയിക്കുകയില്ലെന്ന് ഗ്രഹിക്കാത്തതാണ് പോഷത്വം. ഇന്ന് പലരുടെയും ധാരണ അവരുടെ തിരഞ്ഞെടുപ്പിലും ജീവിതത്തിലും എന്തൊക്കെ കുറവുകൾ കടന്നു വന്നാലും താൻ ശരിയായ പാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന്. വിശാലമായ വഴിയും ഇടുങ്ങിയ വാതിലും ഈ പ്രസ്താവന കൊണ്ട് കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്, കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടിയുള്ള ഒരു സന്ദേശം, അതിനുള്ള ഉത്തരവും ഈ പ്രസ്താവനയിൽ അന്തർലീനമായിട്ടുണ്ട്. ഈ സന്ദേശം നമ്മുടെ മനോബോധത്തിനൊത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും വേദനാജനകമായിരിക്കും. ലോകത്തിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ മതങ്ങളെ പൊതുവെ വീക്ഷിച്ചാൽ അവയെ 2 ചേരിയിൽ ഉൾപ്പെടുത്താം. ഒന്ന്, മനുഷ്യബുദ്ധിയിൽ നിന്നും രൂപപ്പെട്ട ഇമാജിനേഷൻസ്. 2, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച ദൈവിക വെളിപ്പാട്. കർത്താവ് പറഞ്ഞ വാക്കുകളിൽ ഈ 2 തരം വഴികളും 2 തരം വാതിലും 2 വിധ സഞ്ചാരികളും 2 വിധ അന്ത്യവും നമുക്ക് കാണുവാൻ കഴിയും. പ്രധാനമായി 2 തരം ആശയങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ജീവനിലേക്ക് ഉള്ള വഴി. ഈ ജീവനിലേക്കുള്ള വഴിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും തെരഞ്ഞെടുപ്പിനെയുമാണ് അർത്ഥമാക്കുന്നത്. വേദപുസ്തകത്തിൽ പല വ്യക്തികളും ഇതിന് ഉദാഹരണമാണ്. അബ്രഹാമും ലോത്തും ആ ഗണത്തിൽപ്പെട്ട 2 വ്യക്തികളാണ്. ദൈവിക വെളിപ്പാട് പ്രകാരം കനാനിലേക്ക് പോകുന്ന യാത്രയിൽ അബ്രഹാമിനോടൊപ്പം ലോത്തുമുണ്ടായിരുന്നു. ലോത്ത് ദൈവിക വിളികെട്ട് ഇറങ്ങിത്തിരിച്ചവനല്ലായിരുന്നു. അതുകൊണ്ട് ഫലപുഷ്ടിയുള്ള യോർദാൻ പ്രദേശങ്ങളെ കണ്ടപ്പോൾ ലോത്ത് അവിടം കൊണ്ട് തൻ്റെ യാത്ര അവസാനിപ്പിച്ചു. തൻ്റെ ആഡംബര ജീവിതത്തെ പിന്തുണയ്ക്കുന്ന ഒരു മതമായിരുന്നു ലോത്തിനും കുടുംബത്തിനും ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടത്. ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈ തരത്തിലുള്ള ജീവിതമാണ്. അബ്രഹാമിനേക്കാൾ വിശാലമായ ഒരു മാർഗം ലോത്ത് തിരഞ്ഞെടുത്തു. നല്ല സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ആത്മീയ ജീവിതത്തിന് 2ാം സ്ഥാനം കൽപ്പിക്കുന്ന അനേക വിശ്വാസികളുടെ ഒരു പ്രതിപുരുഷനാണ് ലോത്ത്. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം അബ്രഹാം യഹോവയുടെ നിർദ്ദേശപ്രകാരം കനാൻ ദേശത്ത് ചെന്ന് പാർത്തു. ലോത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അബ്രഹാം ഒരു പോഷനായി തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായിരുന്നു. അബ്രഹാമിൻ്റെ തെരഞ്ഞെടുപ്പ് ദൈവഹിതപ്രകാരമുള്ളതായിരുന്നു. ആ ദൈവഹിതപ്രകാരമുള്ള വഴി അബ്രഹാം തിരഞ്ഞെടുത്തത് കൊണ്ട് ഇടുക്കവും ഞെരുക്കവും ആ വഴി അബ്രഹാം അനുഭവിക്കേണ്ടി വന്നു. ദൈവ വിളി കേട്ട് ഇറങ്ങിയ പ്രിയപ്പെട്ട സിയോൻ സഞ്ചാരികളെ, നിങ്ങളുടെ ലക്ഷ്യത്തിന് ഊന്നൽ കൊടുക്കാതെ വഴിയോര കാഴ്ചകളുടെ മാതുകത്തിൽ മയങ്ങിപ്പോകരുത്. ഇതാണ്
ആത്മീയനായ അബ്രഹാമിൽ നിന്നും നാം നല്ലവണ്ണം മനസ്സിലാക്കേണ്ടത്. ഉൾക്കാഴ്ചയില്ലാത്ത ലോത്ത് വലഞ്ഞുപോയ നീതിമാനായി തന്നെ സൊദോമിൽ കുടുങ്ങിപ്പോയി. ഒടുവിൽ സൊദോം നശിക്കുന്നതിന് മുമ്പ് സൊദോം ലോത്തിനെ നശിപ്പിച്ചിരുന്നു. സ്തോത്രം. നാം തിരഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങളെ ദൈവീക വിഷയമായി വിവേകിച്ച് ക്രമീകരിച്ചില്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് നാം കുടുങ്ങി നശിച്ചു പോകുവാനിടയുണ്ട്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് അതാണ് ലോത്തിൽ നിന്നും അബ്രഹാമിൽ നിന്നും കാണുവാൻ കഴിയുന്നത്. ഇന്ന് വിശ്വാസകോളത്തിൽ നാം തിരഞ്ഞെടുക്കുന്ന വിശാലമായ എല്ലാ വഴികളും എല്ലാ നേട്ടങ്ങളും ശുഭവും അനുഗ്രഹവുമായും ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. അതെല്ലാം താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ മൗനം എല്ലാം ദൈവഹിതമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടരുണ്ട്. ആ എല്ലാം ദൈവസമ്മതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇന്ന് അനേകർ വിശാലമായ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവരാണ്. സ്തോത്രം. ആ വഴിയല്ല നമുക്കാവശ്യം. ഏത് വഴിക്കും ഒരു അന്ത്യമുണ്ട്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇടുക്കമുള്ള വഴിയും ഇടുങ്ങിയ വാതിലും യേശുവിൻ്റെ ഉപദേശം അർത്ഥമാക്കുന്നത് ബാക്യമായ ചില കർമാദികൾ ചെയ്യുന്നവനായി മാത്രം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു നിയമമല്ല. ആന്തരികമായ രൂപാന്തരവും ഏകാഗ്രത ഹൃദയത്തോടു കൂടിയ സമർപ്പണവുമാണ് നമുക്കാവശ്യം. ഈ പ്രകാരമുള്ള നിത്യതയിലേക്കുള്ള വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. പക്ഷേ അവരുടെ യാത്രയുടെ അന്ത്യം നിത്യജീവനാണ്, സ്വർഗമായിരിക്കും. സ്വയനീതീകരണത്താൽ കടക്കാവുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചല്ല യേശു ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ഈ വാക്യങ്ങളിൽ. സ്വർഗരാജ്യ പ്രവേശത്തിന് ഭൗതിക ജീവനല്ല ആധാരം, സ്വർഗീയ ജനനമാണ് ആവശ്യം. സ്വർഗീയ ജനനമാണ് ആധാരം. ജഡത്താൽ ജനിച്ചത് ജഡം ഭൗതിക മണ്ഡലങ്ങളിൽ വസിപ്പാൻ അനുയോജ്യമാണ്. എന്നാൽ ആത്മാവിനാൽ ജനിച്ച ആത്മീയ മനുഷ്യന് മാത്രമേ അഭൗമിക മണ്ഡലമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 പറയുന്നത്, ഇടുക്കവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. കർത്താവിൻ്റെ ഈ പ്രസ്താവന മനുഷ്യവർഗത്തിൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ആണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ ചില പ്രിയപ്പെട്ടവരെല്ലാം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എത്ര പേർ ഈ മീറ്റിങ്ങിൽ രക്ഷിക്കപ്പെട്ടു? നാം മറ്റുള്ളവരെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിന് മുമ്പ് നാം തന്നെ രക്ഷിക്കപ്പെടുമോ എന്നാണ് നാം നമ്മോട് ചോദിക്കേണ്ടത്. അതായത് നാം തന്നെ ഇടുക്കവാതിലിലൂടെ സ്വർഗത്തിൽ പോകുമോ എന്ന് നാം ചിന്തിക്കുകയും നമ്മോട് തന്നെ ചോദിക്കുകയും വേണം. കർത്താവിൻ്റെ ഈ പ്രസ്താവനയിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ നാം എല്ലാവരും ഇടുക്കവാതിലൂടെ പ്രവേശിക്കണം. ഈ ഇടുക്കവാതിലൂടെ കടക്കുവാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇടുക്കവാതിലൂടെ കടക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ശക്തിയും ബലവും ആരോഗ്യവും ഉള്ളപ്പോൾ തന്നെ നാം അത് ചെയ്യണം. താമസിച്ച് പോകരുത്. ശക്തി ക്ഷയിച്ച് നിവർന്നു നിൽക്കുവാനുള്ള കഴിവില്ലാതെ വയസ്സാകുമ്പോഴല്ല യേശുവിനെ അന്വേഷിക്കേണ്ടത്. വാതിൽ തുറന്നിരിക്കുമ്പോൾ ശക്തിയും ബലവും ഉള്ളപ്പോൾ തന്നെ ഇടുക്കവാതിലൂടെ കടക്കുവാൻ കഴിഞ്ഞാൽ പിന്നെ യേശു തിരികെ വരുമ്പോൾ
അല്ലെങ്കിൽ വാതിലടയ്ക്കുന്ന സമയം നാം അകത്തായിരിക്കും. നമ്മുടെ അവസരം നഷ്ടപ്പെടുകയില്ല. യേശുവിൻ്റെ വരവിന് മുമ്പ് നാം ഒരുങ്ങിയാൽ കർത്താവ് വീണ്ടും വരുന്നത് വരെയും എല്ലാ മനുഷ്യർക്കും പ്രവേശിക്കുവാനുള്ള അവസരമുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, മറ്റൊന്നും ചെയ്യേണ്ട. മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വസിക്കുന്ന ഏവർക്കും പ്രവേശിക്കാം ഈ ഇടുക്കവാതിലിലൂടെ. മുട്ടുവിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. മുട്ടുന്ന വ്യക്തിക്ക് മാത്രമാണ് തുറക്കപ്പെടുന്നത്. ഓരോരുത്തരും മുട്ടണം. മക്കൾക്ക് വേണ്ടി അപ്പനപ്പന്മാർ മുട്ടിയാൽ പോരാ. കർത്താവും രക്ഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് വ്യക്തിപരമായിട്ടാണ് ഇടപെടുന്നത്. ഒട്ടും താമസിക്കരുത്. സമയമുള്ളപ്പോൾ തന്നെ പ്രവേശിക്കുവാൻ നാം പോരാടണം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പലരും ആ സമയത്ത് കടക്കുവാൻ ശ്രമിക്കും. അന്ത്യത്തോളം കാത്തിരിക്കുന്നവരാണല്ലോ മനുഷ്യർ. എന്നാൽ കടക്കുകയില്ല. കർത്താവ് യഥാർത്ഥമായി വാസ്തവമായി പറയുന്നത്, ഞാനാണ് രക്ഷകൻ, ഞാനാണ് വാതിൽ, എന്നിൽ കൂടി അല്ലാതെ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശാലമായ വാതിലിലൂടെ കടന്ന് വിശാലമായ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ മനസ്സിലാകും തങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെയായി പോയെന്ന്. സ്തോത്രം. വിശാലമായ വഴിയിൽ കൂടി സഞ്ചരിച്ചവർ അന്ന് പറയും, കർത്താവേ, ഞങ്ങൾ നിൻ്റെ മുന്നിൽ പാട്ടുകൾ പാടി പ്രവചിച്ചു, ഒരു സൺഡേ പോലും മുടങ്ങാതെ പള്ളിയിൽ പോയി, ഞങ്ങൾ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഞങ്ങൾ നിൻ്റെ വചനം കേട്ടു, ഞങ്ങൾ എബ്രഹാമിൻ്റെ സന്തതികളാണല്ലോ, ഞങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണല്ലോ. എങ്ങനെയെല്ലാം പറഞ്ഞാലും കർത്താവ് ഇങ്ങനെയുള്ളവരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുകയായ കൊണ്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ഉള്ള അനേകർ, അതായത് എന്നിൽ വിശ്വസിച്ച വിജാതീയർ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ മുമ്പന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നി, എന്നാൽ ഒടുവിൽ നിങ്ങൾ പിൻപന്മാരായിപ്പോയി. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിച്ചു, എന്നാൽ ഒടുവിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾ പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ, ഈ വചനം കേട്ട നിങ്ങൾ പ്രാർത്ഥനയോടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുക. അപ്പോൾ കർത്താവ് നിങ്ങളിൽ വാഴും. ആ കർത്താവ് നിങ്ങളെ നയിക്കും, നടത്തും. ആ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. സത്യത്തിൻ്റെ ആത്മാവ് നമ്മെ സത്യത്തിലും നീതിയിലും മുന്നോട്ട് നടത്തും. കർത്താവിൻ്റെ വരവിങ്കൽ നാം എല്ലാവരും കാണപ്പെടും, നാം എല്ലാവരും എടുക്കപ്പെടും. അതിനായി ഒരുങ്ങുക, അതിനായി മറ്റുള്ളവരെ ഒരുക്കുക. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.